മഹീനയുടെ കുടുംബം കോയമ്പത്തൂരിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി. ചന്ദ്രൻ ഗണേശന്റെ മരുമകനെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ സഹായിക്കാൻ വന്നതുകൊണ്ട് അവർ തന്നെ ചന്ദ്രന്റെ കുടുംബത്തിന് താമസിക്കാൻ ഒരു വീട് ഏർപ്പാട് ചെയ്തു കൊടുത്തു. സിറ്റിയുടെ പ്രധാന ഭാഗത്ത് തന്നെ സൗകര്യപ്രദമായൊരു വീടാണ് ഗണേശൻ അവർക്കായി കണ്ടെത്തിയത്. രൂപ നാളെ അരുത്തദേവ് കോളേജിൽ ചേരാൻ പോകുന്നതിൻ്റെ ആവശ്യത്തിലായിരുന്നു. കോളേജിൽ പോകാൻ ഇനി ഒരാഴ്ച കൂടി ഉള്ളതുകൊണ്ട് പുതിയ വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും വാങ്ങാൻ മാളിൽ പോകണമെന്ന് പ്ലാനിട്ടു. ഉടനെ തന്നെ അമ്മ ശോഭനയോട് പറഞ്ഞ് പണം ചോദിച്ചു. അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി നൽകുകയും ചെയ്തു. അമ്മേ, നമ്മുടെ മഹീനി എവിടെ? അവളെ കാണാനില്ലല്ലോ. നീ എന്തിനാ ഇപ്പോൾ അവളെ തിരക്കുന്നത്? അവൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയതാ. ഇപ്പോൾ വരാറാവേണ്ട സമയമായി. ഓ ശരി, അവൾ വരട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മാളിൽ വരെ ഒന്ന് പോകണം അമ്മേ. അല്ല, നീ എന്തിനാ ഇപ്പോൾ അവളെയും കൂട്ടി അങ്ങോട്ടൊക്കെ പോകുന്നത്? അയ്യോ അമ്മേ, അമ്മക്കൊന്നും അറിയില്ല. ഞാൻ അവളെ സ്നേഹം കൊണ്ട് കൂടെ കൂട്ടുകയല്ല. എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതൊക്കെ തൂക്കിപ്പിടിച്ച് വരാൻ ഒരാൾ വേണ്ടേ? അതിനാണ് ഞാൻ അവളെ വിളിക്കുന്നത്. ഓ, അതുകൊണ്ട് തന്നെ ഞാൻ കരുതി നിനക്ക് അവളോട് ഇപ്പോൾ പുതിയ എന്തോ സ്നേഹം വന്നോ എന്ന്. അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അമ്മേ. അവൾ എപ്പോഴും എനിക്ക് താഴെ തന്നെയാണ്. അതേസമയം കോവിലിൽ നമ്മുടെ മഹീനി തൻ്റെ കുടുംബത്തിന് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ കോവിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. കൊട്ടുമേളത്തിൻ്റെ ശബ്ദം കേട്ട് മഹീനയുടെ കാതുകളിൽ പതിച്ചു. അവൾ അങ്ങോട്ട് പോയി നോക്കി. വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നു. ഈ കാഴ്ച കണ്ട മഹീനിക്ക് ആ മണ്ഡപത്തിൽ അവളും അവളുടെ മനസ്സിലുള്ള അരുതദേവിനെ പോലെ ഒരാളും നിൽക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. പെട്ടെന്ന് അവൾ അവളുടെ ചിന്ത മാറ്റി. മഹീനി മുരുകൻ്റെ സന്നിധിയിൽ നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. മുരുക, ഞാൻ ഇതുവരെ ഒന്നിനോടും അമിതമായി ആഗ്രഹം കാണിച്ചിട്ടില്ല. പക്ഷെ ആരുദ്രനെ കണ്ടപ്പോൾ തന്നെ അയാളെപ്പോലെ ഒരാളെ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അയാളെ ആഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ അയാളെ പറ്റി കേൾക്കുമ്പോഴും ടി വിയിലൊക്കെ കാണുമ്പോഴും എൻ്റെ മനസ്സ് ഇങ്ങനെ പറയും, ഇദ്ദേഹമാണ് നിനക്ക് വേണ്ടവൻ. നിന്നെ ഇവൻ വന്ന് രക്ഷിക്കും. ആരുദേവിനെ പോലെ ഒരാളെ ആരാഗ്രഹിക്കാത്തതല്ലേ? എൻ്റെ വിധിയിൽ എന്തെങ്കിലും നല്ലത് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളുമായി എന്നെ ചേർക്കണേ. ഇങ്ങനെ മനസ്സുരുകി അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ മുരുകൻ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ ഫലം നൽകി. തൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ അതിനൊരു തുടക്കം കുറിച്ചു. കയ്യിൽ വേലുമായി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മുരുകൻ അവൾക്ക് ദർശനം നൽകി. പക്ഷെ ആ പുഞ്ചിരിക്ക് പിന്നിൽ ചില നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവൾ ആഗ്രഹിച്ചതിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ലക്ഷ്മി തൻ്റെ മകൻ ആരുദ്രൻ്റെ കല്യാണം വേഗത്തിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനായി ഇഷ്ടദൈവമായ മുരുകൻ്റെ ക്ഷേത്രത്തിൽ വന്നു. അവിടെ ചന്ദനാലങ്കാരത്തിൽ ഭക്തരുടെ മനസ്സ് കുളിർപ്പിക്കുന്ന രീതിയിലുള്ള മുരുകനെ കണ്ട് മകനു വേണ്ടി ലക്ഷ്മി മനമരുകി പ്രാർത്ഥിച്ചു. എൻ്റെ മുരുക, ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മോൻ മനസ്സ് മാറി കല്യാണത്തിന് സമ്മതിച്ചത്. അവൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മരുമകളെ ഒന്ന് കാണിച്ചു തരണേ മുരുക. ലക്ഷ്മി ഉള്ളുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് ഒരിടത്ത് ഇരിക്കാൻ പോയപ്പോൾ ലക്ഷ്മിക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവർക്ക് നിൽക്കാൻ കഴിയാത്തത് ബോധം കെട്ടു വീണു. ഉടനെ അവിടെ ആളുകൾ കൂടി. ആ സമയത്താണ് മഹീനി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അങ്ങോട്ട് വന്നത്. അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് അവൾ അവിടേക്ക് ഓടിച്ചെന്നു. അവിടെ ലക്ഷ്മി ബോധരഹിതയായി കിടക്കുന്നത് കണ്ട് അവൾ ഓടിച്ചെന്ന് അവരുടെ തല തൻ്റെ മടിയിൽ വെച്ച് ബോധം തെളിയിക്കാനായി സഹായിച്ചു. ബോധം തെളിഞ്ഞ് ലക്ഷ്മി കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് മഞ്ഞൾ പ്രസാദം അണിഞ്ഞ ഐശ്വര്യമുള്ള മുഖത്തോടു കൂടി മീൻ പോലെയുള്ള മിഴികളിൽ ആശങ്കയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന മഹീനിയായിരുന്നു. എന്താ അമ്മേ, എന്തു പറ്റി? രാവിലെ ആഹാരമൊന്നും കഴിച്ചില്ലേ? ശരീരത്തിന് വല്ല അസ്വസ്ഥതയുമുണ്ടോ? നമുക്ക് ഡോക്ടറെ കാണണം. നിങ്ങളുടെ കൂടെ ആരും വന്നില്ല അമ്മേ? ഇതപ്പോടെയും പരിഭ്രമത്തോടും കൂടി മഹീനി ചോദിച്ചു. എനിക്കു കുഴപ്പമൊന്നുമില്ല. രാവിലെ വ്രതമായതുകൊണ്ട് ഒന്നും കഴിക്കാതെ അമ്പലത്തിൽ വന്നതാ. നല്ല വെയിലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറ്റിയതാ മോളെ. അയ്യോ, എന്താ അമ്മ ഇത്? ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ നടന്ന് ശരീരം കേടാക്കണം. ശുദ്ധമായ ഭക്തിയോടും നല്ല മനസ്സോടും കൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മൾ ആഗ്രഹിക്കുന്നത് ആ മുരുകൻ നടത്തിത്തരും. ഇത് നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ. അനുഭവത്തിൽ എന്നേക്കാൾ വലിയ ആളല്ലേ നിങ്ങൾ. ശരിയാ മോളെ, പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് എല്ലാം തന്ന മുരുകൻ എൻ്റെ മോൻ്റെ കല്യാണം മാത്രം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അവനാണെങ്കിൽ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യവുമില്ല. ആവശ്യമം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മോളെ ഞാൻ വ്രതവും മറ്റുമായി ഇങ്ങനെ നടക്കുന്നത്. ലക്ഷ്മി തൻ്റെ മനസ്സിൻ്റെ ഭാരം അവളോട് തുറന്നു പറഞ്ഞു. അമ്മ വിഷമിക്കേണ്ട. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ മോൻ്റെ കല്യാണം ഉടനെ നടക്കും. നോക്കിക്കോ. വളരെ സന്തോഷം മോളെ, നിൻ്റെ വാക്കുകൾ ഫലിക്കട്ടെ. ഞാൻ നിന്നെ ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് മഹീനി. ഞാൻ കുടുംബത്തോടൊപ്പം കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് ഈ നാട്ടിലേക്ക് വന്നത്. അവൾ തന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ലഘുവായി പറഞ്ഞു. അതൊക്കെ പോട്ടെ അമ്മേ, ഇപ്പം അമ്മ എങ്ങനെ പോകും? കൂടെ ആരുമില്ലല്ലോ. ആഹാരവും കഴിച്ചിട്ടില്ല.
അതൊന്നും സാരമില്ല മോളെ, ഡ്രൈവർ രഘുവിന് ഫോൺ ചെയ്താൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്നും പറഞ്ഞ് ലക്ഷ്മി തൻ്റെ കാർ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ ട്രാഫിക്കിൽ കുടുങ്ങിയതിനാൽ വൈകുമെന്ന് അറിയിച്ചു. അമ്മ വേണമെങ്കിൽ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരൂ. അവിടെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകാം പ്ലീസ്. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അമ്മനെ ഇങ്ങനെ വിശപ്പോടെ തനിച്ച് വിടാൻ തോന്നുന്നില്ല. ഇതേ സമയം വീട്ടിൽ രൂപദേശത്തിലാണ്, മഹീനയെ കാണാതെ. എന്താ അമ്മ ഇത്? അവളെ ഇതുവരെ കാണാനില്ലല്ലോ. എവിടെ പോയി കറങ്ങുക? നേരം ഒരുപാട് വൈകി, ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. അവൾക്ക് തീരെ പേടിയില്ലാതായിട്ടുണ്ട്. ഇന്ന് അവൾ വീട്ടിൽ വരട്ടെ, അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശോഭന ഓരോന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ ദേഷ്യത്തോടെ കാത്തിരിക്കുന്നതറിയാതെ മഹീനി സന്തോഷത്തോടെ ലക്ഷ്മിയെയും കൂട്ടി വീട്ടിലെത്തി. ആ സമയം ലക്ഷ്മിക്ക് ആരുദ്രൻ്റെ ഫോൺ കോൾ വന്നതിനാൽ താൻ സംസാരിച്ചിട്ട് അകത്തേക്ക് വരാമെന്ന് പറഞ്ഞു. മഹീനി വീടിനുള്ളിലേക്ക് കയറി. മഹീന അകത്തെത്തിയതും ശോഭന തുടങ്ങിക്കഴിഞ്ഞു. എടി, നീ എവിടെ പോയി കറങ്ങുകയായിരുന്നു? വീട്ടിൽ എത്ര പണികളുണ്ട്. ഇതൊക്കെ ആര് ചെയ്യും? എൻ്റെ മകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കണം. നിന്നെ കൂടെ കൂട്ടാൻ കരുതിയത് കൊണ്ടാണല്ലോ അവൾക്ക് ഇപ്പോൾ പുറത്തു പോകാൻ പറ്റാതായത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവളുടെ രാശി അങ്ങനെയൊക്കെയാണെന്ന്. ഇവളെ കൂട്ടിപ്പോകാൻ തീരുമാനിച്ചപ്പോഴേ തടസ്സങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. രൂപയും കൂട്ടി പറഞ്ഞു. രൂപൻ്റെ കൂടെ പുറത്തു പോകണേൽ എന്നോട് പറയാമായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നേനെ. മഹീനി തൻ്റെ ഭാഗം വിശദീകരിച്ചു. എന്താ കൊച്ചേ, ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ട് വേണോ നിനക്ക് വരാൻ? അതോ പറഞ്ഞില്ലെങ്കിൽ നീ വരില്ലെന്നാണോ? ശോഭന അവളെ വഴക്ക് പറഞ്ഞു. അയ്യോ, അങ്ങനെയല്ല ചിറ്റി എന്ന് മഹീനി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ട് വന്നത്. നേരത്തെ നടന്ന പ്രശ്നത്തിൽ ലക്ഷ്മിയുടെ കാര്യം മഹീനി പാടെ മറന്നു പോയിരുന്നു. ഇപ്പോൾ ഇവരോട് പറയാതെ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവന്നതിന് അവർ എന്തെങ്കിലും പറയുമോ എന്നോർത്ത് മഹീനി ഭയന്നു. വന്നത് ആരാണെന്നും വരുമ്പോൾ തന്നെ മഹീനിയുടെ പേര് വിളിച്ചുകൊണ്ടാണല്ലോ വരുന്നതെന്ന് ശോഭനയും രൂപയും ഒരുപോലെ കേൾപ്പിച്ചു. മഹീനിയോട് സ്നേഹമുള്ളവരൊക്കെ ഇവർക്ക് ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ വന്ന ആളെ തൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് നേരിടാൻ ശോഭന ഒരുങ്ങുകയാണ്. പക്ഷേ ലക്ഷ്മിയുടെ ആ പണക്കാരൻ ലുക്കും കഴുത്തിലെ ഡയമണ്ട് മാലയും ആഭരണങ്ങളും കണ്ടപ്പോൾ ശോഭനയുടെ കിളി പോയി. അവൾ മിണ്ടാതെ വായടച്ചു നിന്നുപോയി. മഹീനി തൻ്റെ ചിറ്റമ്മയോട് ലക്ഷ്മി അമ്മയെ കണ്ട കാര്യവും അവർ എങ്ങനെയാണ് കൂടെ വന്നതെന്ന് വിശദീകരിച്ചു. തന്നോടുള്ള ദേഷ്യത്തിൽ ചിറ്റമ്മ അവരെ വഴക്ക് പറഞ്ഞ് നിരത്തിവിടുമോ എന്ന് പേടിച്ച് നിൽക്കുകയായിരുന്നു അവൾ. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചറിഞ്ഞു. ചിറ്റമ്മ മുഖം നിറയെ ചിരിയുമായി ലക്ഷ്മിയെ സ്വീകരിച്ചു. വരും, അകത്തേക്ക് വന്നിരിക്കും എന്ന് പറഞ്ഞ് ക്ഷണിച്ച് ഇരുത്തിയിട്ട് ലക്ഷ്മിക്ക് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും എടുക്കാൻ മഹീനോട് ആവശ്യപ്പെട്ട് അവളെ അകത്തേക്ക് അയച്ചു. അവൾ അകത്തേക്ക് പോയതും ശോഭന ലക്ഷ്മിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തൻ്റെ മകൾ രൂപ പഠിക്കാൻ പോകുന്ന കോളേജ് ലക്ഷ്മിയുടെ അടന്ന് അറിഞ്ഞപ്പോൾ ശോഭന അത്ഭുതപ്പെട്ടു. ഇത് കേട്ട രൂപയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. തൻ്റെ ക്രഷായ ആരുദ്രൻ്റെ അമ്മ ലക്ഷ്മി സ്വന്തം വീട്ടിൽ ഇരിക്കുന്നത് രൂപയ്ക്ക് വിശ്വസിക്കാനായില്ല. എങ്കിലും ഇതൊരു സത്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവളുടെ മനസ്സിൽ വേറെ ചില കണക്കൂട്ടലുകൾ തുടങ്ങി. ലക്ഷ്മിയുടെ മുന്നിൽ ശോഭന മഹീനോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. ചിറ്റമ്മയുടെ ഈ മാറ്റം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു. കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തനിക്ക് മഹീനിയെ ജീവൻ എന്ന രീതിയിലാണ് ശോഭന സംസാരിച്ചത്. ലക്ഷ്മിക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. മഹീനയോട് അവർ പറഞ്ഞതെല്ലാം അകത്തേക്ക് വരുന്നവരെ ലക്ഷ്മി കേട്ടിരുന്നു. എന്നാൽ അതൊന്നും അറിയാതെ അവർ അവിടെ ഒന്നും പുറത്ത് കാണിക്കാതെ അടങ്ങിയിരുന്നു. പക്ഷേ മഹീനയെ ഓർത്ത് അവരുടെ മനസ്സ് വിഷമിച്ചു. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും തന്നെ വേദനിപ്പിക്കുന്നവരോട് പോലും എതിർത്ത് സംസാരിക്കാതെ തൻ്റെ ഭാഗത്തെ ന്യായങ്ങൾ പക്വതയോടെ പറഞ്ഞു കൊടുക്കുന്ന അവളുടെ സ്വഭാവം, സ്വന്തം കുടുംബത്തോടും അവളുടെ സ്നേഹം ആരാണെന്ന് പോലും അറിയാതെ തന്നോടുള്ള അവളുടെ കരുതൽ, ഇതെല്ലാം കണ്ടപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ മഹീനയോടുള്ള സ്നേഹവും ബഹുമാനവും കൂടി. പിന്നീട് മഹീനി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് അവളുടെ കൈപ്പുണ്യത്തെ മനസ്സാ തൃപ്തിപ്പെട്ട് ലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങി അവളെ സ്വന്തം വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്തു. ശോഭനയും രൂപയും മെയിൻറ്റ് ചെയ്യാത്തത് അത് ശോഭനക്ക് ദേഷ്യമുണ്ടാക്കിയെങ്കിലും ആ വലിയ പണക്കാരുമായുള്ള ബന്ധം വിട്ടുപോകരുതെന്ന് കരുതി അവർ ഒന്നും മിണ്ടാതെ നിന്നു. ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ ചന്ദ്രനും അങ്ങോട്ട് വന്നു. മഹീനി തൻ്റെ അച്ഛനെ ലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ലക്ഷ്മിയോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ലക്ഷ്മി അവിടെ നിന്നും പോയ ഉടനെ ശോഭന മഹീനിയോട് തൻ്റെ സ്വരൂപം കാണിക്കാൻ തുടങ്ങി. മഹീനിയുടെ ഇരുൾ നിറഞ്ഞ ഈ ജീവിതത്തിലേക്ക് ആരുദ്രൻ കടന്നു വരുമോ?